വെൽക്കം ടു ക്യൂൻസ് വ്ലോഗ്. ഇന്നും ഒരു ബോട്ടിൽ ആർട്ട് തന്നെയാണ്, ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ട്. അത് നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ ബോട്ടിലിൽ അക്രിലിക് പെയിൻറ്റ് 2 കോട്ട് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ഫോയിൽ പേപ്പറും അതുമാതിരി തന്നെ ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. ഞാനിവിടെ ലെമൺ യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത്. ഫോയിൽ പേപ്പർ ഇങ്ങനെ ചുരുട്ടി നമുക്ക് യെല്ലോ കളർ ബോട്ടിലിൽ ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ടെക്സ്ചർ, ഒരു ഡിസൈൻ കിട്ടും. ഇങ്ങനെ ഫോയിൽ ഉപയോഗിച്ച് കളർ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ നമുക്ക് പെയിൻറ്റ് വരാനായിട്ട് ഫോയിലിൽ ആദ്യം പെയിൻറ്റ് എടുത്തതിന് ശേഷം ഒരു സ്പോഞ്ചിൽ നമുക്ക് എക്സസ് ആയിട്ടുള്ള പെയിൻറ്റ് ഒന്ന് വൈപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വീണ്ടും ആ സ്പോഞ്ചിൽ ഫോയിലൊന്ന് അമർത്തി അതിലുള്ള പെയിൻറ്റ് നമുക്ക് വീണ്ടും കുപ്പിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫോയിൽ ഉപയോഗിച്ച് ബോട്ടിൽ മുഴുവൻ പെയിൻറ്റ് അപ്ലൈ ചെയ്താൽ നമുക്കൊരു ഡിസൈൻ കിട്ടും. ഇതും ഒരു നല്ലൊരു ഡിസൈനാണ്. ഇങ്ങനെ നമുക്ക് നിർത്താം. പിന്നെ അടുത്ത നെക്സ്റ്റ് ലെവല് കുറച്ച് കളേഴ്സ് നേരത്തെ യെല്ലോ അപ്ലൈ ചെയ്ത പോലെ തന്നെ ഫോയിൽ ഉപയോഗിച്ച് നമുക്ക് ബോട്ടിൽ അപ്ലൈ ചെയ്യാം. ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. അതിപ്പോൾ ഫോയിലല്ല, നമുക്ക് പ്ലാസ്റ്റിക് കവർ അല്ലെങ്കിൽ ഇതുപോലെ സ്ക്രബ്ബർ, പിന്നെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ, ഇത് ഉപയോഗിച്ചും ബോട്ടിൽ അപ്ലൈ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഫുൾ ബോട്ടിൽ ഞാൻ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബോട്ടിൽ അടുത്തത് കുറച്ച് ഷേപ്സ് വരച്ചെടുക്കണം. അതിനായി ഞാൻ ഉപയോഗിക്കുന്നത് പോയിൻറ്റ് ബ്രഷാണ്. പിന്നെ യൂസ് ചെയ്യുന്ന കളർ ബ്ലാക്കും. അത് നമുക്ക് ഉപയോഗിച്ച് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഷേപ്സ് വരയ്ക്കാം. ഇന്ന ഷേപ്പ് നിന്നിൽ ഈ കാണുന്ന പോലെ നമുക്ക് ജസ്റ്റ് ഫ്രീ ആയിട്ട് വരച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ബ്രഷ് കൊണ്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം നമുക്കൊന്ന് പെൻസിൽ വെച്ചൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബോട്ടിൽ മുഴുവൻ ഇതുപോലെ നമുക്ക് വരച്ചെടുക്കാം. ബോട്ടിൽ മുഴുവൻ ഇങ്ങനെ ലൈൻസ് എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ്, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് ഷെയ്ഡിങ് ചെയ്യാം. അതിനായിട്ട് ഞാൻ കോട്ടൺ ബഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും. കോട്ടൺ ബഡ്സ് വെള്ളത്തിൽ മുക്കി ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് കളറിൽ ഡിപ്പ് ചെയ്യാം. എന്നിട്ട് ഷേപ്പിൻ്റെ ഉള്ളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ കോട്ടൺ ബഡ്സിൽ വെള്ളമോ കളറോ കൂടിയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ടിഷ്യൂലൊന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഷേപ്പിൻ്റെ ഉള്ളിൽ അപ്ലൈ ചെയ്യാം. ഇതുപോലെ ഷേപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ കളർ ഷെയ്ഡ് കൊടുക്കുമ്പോൾ അത് ഒരു സൈഡിൽ മാത്രം കൊടുത്താൽ മതി. ഷേപ്പിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് ഈ ബോട്ടിലിൻ്റെ ഉള്ളിൽ ഫുൾ നമുക്ക് ഷെയ്ഡ് കൊടുക്കാം. ഇതുപോലെ ഷെയ്ഡിങ് ആക്കുന്ന സമയത്ത് ഏതെങ്കിലും ഭാഗത്തുനിന്ന് കറുപ്പ് കളർ കൂടിപ്പോയാൽ നമുക്കതിൽ ജസ്റ്റ് ഒന്ന് വെള്ളം ആഡ് ചെയ്ത് ടിഷ്യൂ കൊണ്ടൊന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് വീണ്ടും അതിനൊന്ന് ലൈറ്റ് ഷെയ്ഡാക്കി യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ ബോട്ടിൽ ഫുൾ ഷെയ്ഡിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞു. നമുക്ക് ഇതുപോലെ ഫിനിഷ് ആക്കാം.
അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പും കൂടി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതിനായി ഞാൻ ഇവിടെ വൈറ്റ് കളർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് യെല്ലോ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ കളർ കോമ്പിനേഷനിലെ ലൈറ്റ് കളറാണ്. നമ്മൾ ഏത് കോമ്പിനേഷൻ എടുക്കണേ അതിലത്തെ ഏറ്റവും ലൈറ്റ് കളറിലേക്ക് കുറച്ച് വൈറ്റ് കളർ ആഡ് ചെയ്ത് അതിനെ ഒന്നും കൂടി ലൈറ്റ് ആക്കുക. എന്നിട്ട് ആ കളർ ഉപയോഗിച്ച് നമ്മൾ ഷേപ്പിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു ലൈൻസ് വരച്ച് കൊടുക്കുക. നമ്മൾ ഷെയ്ഡ് ചെയ്ത ഭാഗത്തല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത് ഉള്ളിലായിട്ട് ചെറിയൊരു ലൈൻസ് ഈ കാണുന്നത് പോലെ വരച്ച് കൊടുക്കുക. ഇതുപോലെ എല്ലാ ഷേപ്സിൻ്റെ ഉള്ളിലും നമുക്ക് ചെറിയ ലൈൻസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി. അങ്ങനെ ഈ ബോട്ടിൽ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് നമുക്ക് എല്ലാ ബോട്ടിൽ ചെയ്യണ വരെ വാർണിഷ് അടിച്ച് ഫിനിഷ് ചെയ്യാം.